ശബരിമല യുവതീ പ്രവേശനത്തെ സ്വാഗതം ചെയ്ത് വിശ്വ ഹിന്ദു പരിഷത്ത് മുൻ ദേശീയ ഉപാധ്യക്ഷനും കർണാടകയിലെ പേജാവർ മഠാധിപതിയുമായ സ്വാമി വിശ്വേശ തീർത്ഥ രംഗത്ത് ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ വിലക്കണമെന്ന് ഒരു ഹിന്ദു ശാസ്ത്രത്തിലും പറയുന്നില്ലെന്നും ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ തനിക്ക് നിഷ്പക്ഷമായ നിലപാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, പക്ഷേ രാജ്യത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ യുവതികൾക്ക് പ്രവേശനം നൽകുന്നു. എന്തായാലും ശാസ്ത്രങ്ങളൊന്നും തന്നെ ക്ഷേത്രങ്ങളിൽ യുവതികൾ പ്രവേശിക്കുന്നത് വിലക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശബരിമല സ്ത്രീ പ്രവേശനം ഒരു വിഷയമായി താൻ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും പുരുഷനും ഒരേ അവകാശങ്ങളാണുള്ളത്. പുരുഷന്മാരെ പോലെ തന്നെ ആരാധിക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട്. ലിംഗ അസമത്വം ആരാധനയുടെ വഴിയിലൂടെ വന്നുകൂടരുതെന്നും ബലഗാവി ശ്രീശൈല മഠത്തിലെ സ്വാമി ചെന്നസിദ്ധരാമ പണ്ഡിതാരാധ്യ പറഞ്ഞു. ഏതായാലും ശബരിമല വിഷയത്തിൽ അനുകൂല നിലപാടുകളാണ് കേരളത്തിന് പുറത്തുള്ള ഹിന്ദു പണ്ഡിതന്മാർക്കുള്ളത്. ഹിന്ദു സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന BJPയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ തന്ത്രങ്ങൾ തുറന്നു കാട്ടുകയാണ് മഠാധിപന്മാരുടെ പ്രസ്താവനകൾ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന നേതൃത്വം BJPക്കൊപ്പം നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. ചുരുക്കത്തിൽ കേരളത്തിലെ വിശ്വാസികളെ പുരാണങ്ങളും ഹിന്ദു വിശ്വാസങ്ങളും കാട്ടി പ്രലോഭിപ്പിച്ച് യുവതീ പ്രവേശനത്തിനെതിരാക്കുന്ന BJPയുടെ രാഷ്ട്രീയ നയമാണിപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുൻ ദേശീയ ഉപാധ്യക്ഷൻ സ്വാമി വിശ്വേശ തീർത്ഥയുടെ വാക്കുകൾ BJPക്കും സംഘപരിവാറിനും ശക്തമായ തിരിച്ചടി തന്നെയാണ്. ഏതായാലും ഹിന്ദു ശാസ്ത്രം അറിയാതെ ശബരിമല വിഷയത്തിൽ വിശ്വാസങ്ങളെയും പുരാണങ്ങളെയും കൂട്ടുപിടിക്കുന്ന നേതാക്കന്മാരുടെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് ഉദാഹരണമാണ് സ്വാമി വിശ്വേശ തീർത്ഥയുടെ വാക്കുകൾ.